പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിലെ കസ്റ്റഡി റിപ്പോർട്ട് പുറത്ത്. പ്രതി ഋതു സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ്. വിചാരണാവേളയിൽ പ്രതി കടന്നു കളയുമെന്ന് സംശയിക്കുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ കേസ് ദുർബലപ്പെടുമെന്നും പോലീസ് കസ്റ്റഡി റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചു. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ് കോടതി വിട്ടത് ഋതുവിനെ. എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിലേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട്? ഋതുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഋതുവിന് ജാമ്യം ലഭിച്ചാൽ അയാൾ ഇതേ മാതൃകയിൽ കൊലപാതകങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനു പുറമെ ജാമ്യം ലഭിച്ചാൽ പ്രതി വിചാരണ കാലയളവിൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. അത്രയും അപകടകാരിയാണ് ഈ പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുമാണ് കസ്റ്റഡി അപേക്ഷയിൽ കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. പ്രോസിക്യൂഷന്റെ ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതിയെ പോലീസിന് കൈമാറിക്കൊണ്ട് കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത ദിവസം പ്രതിയുടെ കൈവിരൽ അടയാളം ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. നിലവിൽ വലിയ ജനകീയ പ്രതിഷേധം പ്രതിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയിൽ ആ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ സൂക്ഷിക്കും. അതിനുശേഷം അടുത്ത ദിവസം തന്നെ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ തെളിവെടുപ്പുകളും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി പ്രതിയെ വീണ്ടും ജയിലിൽ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് പോലീസ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.